ഹലോ ഫ്രണ്ട്സ്, ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ ഡിഷാണ്, ചിക്കൻ കൊണ്ടാട്ടം. പേരിൽ തന്നെ ഉണ്ട് ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ കൊണ്ടാട്ടമുളക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചിക്കൻ ഡിഷ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പൈസിയാണ്. അപ്പം സ്പൈസി അധികം ഇഷ്ടമില്ലാത്തവർ ഈ കൊണ്ടാട്ടമുളക് യൂസ് ചെയ്യുന്നത് അല്പം കുറച്ചെടുക്കാം. അല്ലാതെ നിങ്ങളത് മൊത്തത്തിൽ ഒഴിവാക്കരുത്. ഈ കൊണ്ടാട്ടമുളക് യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഡിഷാണിത്. അതുപോലെ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അധികം ഡ്രൈ അല്ലാത്ത ചിക്കൻ കൊണ്ടാട്ടം റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലോഗിലാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇതാണ് അതിൻ്റെ ഫോട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ്. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മുമ്പ് ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്തപ്പോൾ ഞാൻ എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആയിരുന്നു എടുത്തിട്ടുള്ളത്, അതും നീളത്തിൽ അരിഞ്ഞിട്ടായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചിക്കൻ ഡിഷൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം ചിക്കന്, എന്നാൽ മാത്രമേ നന്നായിട്ട് മസാലയ്ക്ക് പിടിക്കുള്ളൂ. ഇനി നമുക്കിതിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അതിലേക്ക് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ 1/2 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മൈദ എടുക്കാം. എത്രയോ കോൺഫ്ലോർ എടുക്കുന്നത് അത്രയും മൈദ എടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് സോയ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്പം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ടാട്ട മുളകാണ്. അപ്പോൾ കൊണ്ടാട്ട മുളകിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ് ഇതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി നമ്മൾ ഈ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടുള്ള ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ മസാലയിൽ തന്നെ അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല വളരെ തിന്നായി പോകും. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യുമ്പോൾ ആ കോട്ടിങ് ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മസാല റെഡിയാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ടെന്ന് പറയുന്നത്. നല്ല തിക്കായിട്ടുള്ള ആ ഒരു കോട്ടിങ് കിട്ടണം ഈ ചിക്കനിൽ, എന്നാൽ മാത്രമേ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ കോട്ടിംഗ് ഒക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഈ മാരിനേറ്റ് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഒരു 10 മിനിറ്റോടെ മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളകും വേണം, അതുപോലെ കൊണ്ടാട്ടമുളകും ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത് അധികം എരിവ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, കൂടുതലോ കുറവൊക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് കൊണ്ടാട്ടമുളക് വേണം. അതും അധികം എരിവില്ലാത്ത കൊണ്ടാട്ടമുളകാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതും ഒരു 10-12 എടുത്തിട്ടുണ്ട്. നമുക്ക് അല്പം ക്രഷ് ചെയ്യാനും വേണം, അല്പം നമുക്ക് ഡെക്കറേഷന് വേണ്ടി അതുപോലെ ഇട്ട് കൊടുക്കാനും വേണം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ചിക്കനിൽ നന്നായിട്ട് കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഒരു വശം നന്നായിട്ടൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വല്ലാണ്ട് ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതാവും ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ഒരുപാട് ചിക്കൻ ഒരൊറ്റ ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. കോട്ടിംഗ് ഒന്നും നഷ്ടപ്പെടാതെ നന്നായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ബാച്ച് ചിക്കനാണ്. അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കാനുള്ള ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കശുവണ്ടിയും അതുപോലെ ഉണക്കമുളകും കൊണ്ടാട്ടമുളകും ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കശുവണ്ടി അല്പം എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് ഒട്ടും നിർബന്ധമില്ല, ഈ കശുവണ്ടി ചേർക്കുന്നത് ഒട്ടും നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ തന്നെ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കൊണ്ടാട്ടമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചോറിലേക്കൊക്കെ കൊണ്ടാട്ടമുളക് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. വല്ലാണ്ട് കരിയിപ്പിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമുക്കതും ഇതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് ഉണക്കമുളകാണ്. ഇത് കാശ്മീരി മുളകാണ്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ചുമയൊക്കെ വരും. മുളക് വറുത്തെടുക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ കൊണ്ട് വല്ലാണ്ട് ചുമയൊക്കെ വരും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ആ ഒരു കളറ് മാറി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ 2 തരം മുളക്, അതായത് കാശ്മീരി ഡ്രൈഡ് റെഡ് ചില്ലിയും എടുത്തിട്ടുണ്ട്, കൊണ്ടാട്ട മുളകും എടുത്തിട്ടുണ്ട്, പിന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇത് 3 നമ്മൾ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കൊണ്ടാട്ട മുളക് നമ്മളിതിൽ കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ചെറിയ ഉള്ളി വല്ലാണ്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവ് കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളറായിരിക്കും ഈ ഒരു ഡിഷിന്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കും വേണം കേട്ടോ. മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ലൂസായിട്ടുള്ളൊരു ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊണ്ടാട്ടമുളക് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 5-6 വറുത്ത കൊണ്ടാട്ടമുളക് എടുത്തിട്ടാണ് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കി ഞാൻ ഡെക്കറേഷൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ വെച്ചതാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിലിപ്പോൾ ഓൾറെഡി ഉപ്പുണ്ടാകും. ഈ കൊണ്ടാട്ടമുളക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പുണ്ടാകും. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഓരോ ചിക്കൻ്റെ പീസസിലും ഈ സോസ് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം. ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചിക്കൻ ഡിഷ് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് അല്പനേരം വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ അത്രയും ഡ്രൈ ആക്കുന്നില്ല. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ ഒരു റെസിപ്പിനെ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവാറ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. പഞ്ചസാരയും ഉപ്പും അതുപോലെ എരിവൊക്കെ കൂടി നല്ലൊരു ബാലൻസിങ് വരും അവിടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക്, കൊണ്ടാട്ടമുളക്, അതുപോലെ കശുവണ്ടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അല്പനേരം ഒന്ന് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു അതിൻ്റെയൊക്കെ ടേസ്റ്റ് അതിൽ വരുള്ളൂ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാനിത് ബ്ലോഗൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നതന്നെ മലപ്പുറം ഭാഗത്ത് പുത്തനത്താണിയിൽ റോയൽ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്.
ബ്ലോഗ് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല സ്പൈസി ആയിട്ട് പോലും നമ്മളത് കഴിച്ചു പോകും, അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ മണവും കൊണ്ടൊക്കെ. പിന്നെ കൊണ്ടാട്ടമുളകും അതുപോലെ ഉണക്കമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് അധികം എരിവ് വേണ്ടാത്തവർ കുറച്ച് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. താങ്ക്